അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബില്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് മണ്ണ്, വെള്ളം, റൂഹ്, ഇതാണ് മനുഷ്യൻ്റെ മൗലികമായിട്ടുള്ള ഭാഗങ്ങൾ, ഘടകങ്ങൾ എന്ന് നമ്മൾ പറയുകയുണ്ടായി. ഇതിൽ വെള്ളത്തിൻ്റെ അംശം എന്ന അല്ലെങ്കിൽ ദ്രാവകത്തിൻ്റെ അംശം എന്ന പ്രയോഗം ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചാണ് ഖുർആൻ നുത്ഫത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഖുർആൻ നുത്ഫത്ത് എന്നത് 12 തവണ ഉപയോഗിച്ചതിൽ ഒരു പ്രാവശ്യം നുത്ഫത്ത് അംഷാജ്, സങ്കലിത നുത്ഫത്ത് എന്ന് പറയുന്നുണ്ട്. ബാക്കി 9 സ്ഥലത്തും ഈ നുത്ഫത്ത് അംഷാജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ സങ്കലിത നുത്ഫത്ത് എന്നത് തന്നെയാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. 2 സ്ഥലത്ത് ഖുർആൻ നുത്ഫത്ത് പ്രയോഗിച്ചിട്ടുള്ളത് മനിജുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മനിജ് പറഞ്ഞാൽ ശുക്ലമാണ്. ശുക്ലത്തിൻ്റെ അംശമായിട്ടുള്ള നുത്ഫ എന്നാണ്. ഈ നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നത്തഫ എന്ന അറബി പദത്തിന് അർത്ഥം ഒരു പാത്രത്തിലെ വെള്ളം നമ്മൾ പുറത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പാത്രത്തിൻ്റെ അവിടെ ഇവിടെയായിട്ട് അവശേഷിക്കുന്ന, അതിൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന വെള്ളത്തിൻ്റെ അംശത്തിനാണ് നുത്ഫ എന്ന് പറയാം. അപ്പോൾ ഈ ഭാഷയിൽ ഒരു പദം പ്രയോഗിക്കുമ്പോൾ അതേ പദം തന്നെ സാങ്കേതികമായിട്ട് ഉപയോഗിക്കും. അപ്പോൾ സാങ്കേതികമായിട്ട് ആ പദം ഉപയോഗിക്കുമ്പോൾ അതിന് ഭാഷാർത്ഥമല്ല നമ്മളാരും നൽകാറുള്ളത്. അപ്പോൾ അതേ അവസരം ഭാഷാർത്ഥവും സാങ്കേതിക അർത്ഥവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടാവും എന്നുള്ളത് പൊതുവിൽ അംഗീകരിക്കപ്പെട്ട സംഗതിയാണ്. അപ്പോഴാണ് ആ വാക്കിന് സാങ്കേതികമായിട്ടുള്ള അർത്ഥത്തിനും പ്രസക്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ മനുഷ്യൻ അവൻ്റെ ഭക്ഷ്യവസ്തുക്കൾ, അവൻ കുടിക്കുന്ന വെള്ളത്തിൽ നിന്നൊക്കെ ഉണ്ടായിത്തീരുന്ന ഒരു വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരംശമാണ് അവൻ്റെ ശുക്ലെന്ന് പറയുന്നത്. ഈ ഭക്ഷ്യപദാർത്ഥങ്ങൾ രക്തവും മറ്റുമൊക്കെ ആയിട്ട് മാറുന്നത് പോലെ വളരെ വർദ്ധിച്ച തോതിലല്ല നുത്ഫത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നുത്ഫത്ത് എന്ന് ഉള്ള പ്രയോഗം വരുന്നത്. ഈ നുത്ഫത്ത് ഇപ്പോൾ ജബ്ബാർ പറയുന്ന അനുസരിച്ച് അലക്ക് പിടിച്ചിട്ടാണല്ലോ അദ്ദേഹം ഖുർആനെ വിമർശിക്കുന്നത്. അവിടെ ആരോ അതിന് രക്തക്കട്ട എന്ന അർത്ഥം പറഞ്ഞു കളഞ്ഞു. ഒരാൾ ഒരു പദത്തിന് തെറ്റായിട്ടുള്ള അർത്ഥം പറയുന്നത് പിടിച്ചിട്ട് അതിന്മേൽ തൂങ്ങിയിട്ട് അത് വിമർശിക്കാമെന്ന് പറയുന്നത് അല്പത്വമാണ്. ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമല്ല. കാരണം അവർ ഖുർആനെ എതിർക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ തയ്യാറാവില്ല. പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഖുർആൻ പറയുന്ന വെള്ളവുമായി ബന്ധപ്പെട്ട അല്ല ജലവുമായി അതുപോലെ ദ്രാവകവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അംശം എന്ന് പറയുന്നത് ഈ നുത്ഫത്തിനെ പറ്റിയാണ്. അതാണ് ജഅൽനാഹു നുത്ഫത്തൻ ഫീ ഖറാരിൻ മക്കി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഭദ്രമായിട്ടുള്ള ഒരു പാത്രത്തിൽ, അതായത് ഗർഭാശയമാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവിടെ ഈ ജലത്തിൻ്റെ അംശത്തെ നുത്ഫത്തായിട്ട് നമ്മൾ സന്നിവേശിപ്പിച്ചു. അപ്പോൾ ഈ നുത്ഫത്ത് എന്ന് പറയുന്നത് സ്ത്രീയുടെ അണ്ഡവും പുരുഷൻ്റെ ബീജവും അടങ്ങിയിട്ടുള്ളതാണ്. ഇത് രണ്ടും കൂടിച്ചേർന്ന സൈഗോട്ട്, അതാണ് ഗർഭാശയത്തിൽ എത്തിപ്പെടുകയും അവിടെ ഗർഭാശയ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് നിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് ഈ നുത്ഫത്തിൻ്റെ 2, അതായത് അതിന് ഗാമൈറ്റ് എന്നാണ് ബയോളജിയിൽ പറയാം. ഗാമൈറ്റ് എന്ന് പറഞ്ഞാലും സ്ത്രീയുടെ അണ്ഡവും പുരുഷൻ്റെ ബീജവുമാണ്. അതുതന്നെയാണ് നുത്ഫത്ത് എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ചേർന്ന് സൈഗോട്ടുണ്ടായി അത് ഗർഭാശയത്തിലെത്തി അവിടെ പറ്റിപ്പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഈ സൈഗോട്ട്, അതായത് നുത്ഫത്ത് അംഷാജ് വളർന്ന് ഒരു ഘട്ടം വരുമ്പോഴാണ് അതിന് അലക്കത്ത് എന്ന് പറയുന്നത്. ഈ അലക്കത്ത് എന്ന് പറയുന്നത് ഗർഭാശയത്തിൽ എത്തിപ്പെട്ടതിൻ്റെ ശേഷമുള്ള 2ാമത്തെ ഘട്ടമാണ്. ആ ഘട്ടത്തെ സംബന്ധിച്ചാണ് സൂറത്ത് അലക്കിൽ ഖലഖൽ ഇൻസാന മിൻ അലക്ക്, അലക്കിനാൽ മനുഷ്യനെ സൃഷ്ടിച്ചവൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അത് രക്തക്കട്ടയല്ല. രക്തക്കട്ട എന്നതിന് ചിലർ അർത്ഥം പറയുന്നത് ഗർഭാശയത്തിൽ അത് വളർന്നു വരുമ്പോൾ അതിന് രക്തത്തിൻ്റെ ഛവി ഉണ്ടാവും എന്നതുകൊണ്ടായിരിക്കാം അവർ തെറ്റിദ്ധരിച്ച് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് രക്തക്കട്ടയല്ല. ഖുർആൻ രക്തക്കട്ട എന്ന അർത്ഥത്തിൽ അത് പ്രയോഗിച്ചിട്ടുമില്ല. ഇതിൻ്റെ 2ാമത്തെ ഘട്ടമായ അലക്കത്ത് എന്നതാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആ അലക്കത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് അലക്ക് എന്നുള്ളത്.
അപ്പോൾ മൊത്തം മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തെന്നാണെന്ന് ചോദിച്ചാൽ അലക്കിനാലാണ്. അലക്കിൽ നിന്ന് എന്നുമല്ല, അലക്കിനാലാണ്. അതായത് നുതുഫത്ത് മാറി അലക്കത്തായി മാറുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ ആ അലക്കിനാൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം. പിന്നീട് അത് മുളകത്താകുന്നുണ്ട്. പിന്നെ അത് ലഹ്മ് എല്ലിൻ്റെ രൂപം കൊള്ളുന്നുണ്ട്. അതിന് ശേഷം അതിനെ മാംസം കൊണ്ട് പൊതിയുന്നതിനെ സംബന്ധിച്ചൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സംഗതികളൊക്കെ വിശുദ്ധ ഖുർആന് മുഹമ്മദ് നബിക്ക് ജൂതന്മാർ പറഞ്ഞു കൊടുത്തിട്ട് മുഹമ്മദ് നബി എഴുതുണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ മുഹമ്മദ് നബി സ്വന്തം ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ വേറെ ആരോ പറഞ്ഞിട്ടുണ്ടാക്കിയതാണെന്നൊക്കെ നമ്മൾ ഇവിടെ വാദത്തിന് വേണ്ടി സങ്കല്പിക്കാം. എന്നാൽ തന്നെ ആ കാലഘട്ടത്തിൽ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ഇത്തരത്തിലുള്ള പരിണാമങ്ങളെ സംബന്ധിച്ച് ഒരു വിവരവും അന്നത്തെ ശാസ്ത്രജ്ഞന്മാർ ഇതൊന്നും പറഞ്ഞിട്ടില്ല. എവിടുന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വിവരങ്ങൾ സൂക്ഷ്മമായി കിട്ടിയിട്ടുള്ളത്? ആധുനിക ശാസ്ത്രമാണെങ്കിൽ ഇതിനൊന്നും തള്ളി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിനെയൊക്കെ ശരിവെക്കുന്ന വിധത്തിലാണ് ഈ ഖുർആൻ ഈ ഗർഭസ്ഥ ശിശുവിനെ മനുഷ്യൻ്റെ സൈഗോട്ട് മുതൽക്ക്, അല്ലെങ്കിൽ അവൻ്റെ അണ്ടം ബീജം തുടങ്ങിയുള്ള ഘട്ടം മുതൽക്കുള്ള അവൻ്റെ പരിണാമം, അവൻ്റെ വളർച്ച, അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങളെയൊക്കെ ഖുർആൻ പറഞ്ഞ രീതിയിൽ തന്നെയാണ് അവരും ശരിവെച്ച് പോരുന്നത്. ഇതെങ്ങനെയാണ് മുഹമ്മദ് നബിക്ക് മനസ്സിലായത്? അദ്ദേഹത്തിന് ആരാണിത് പഠിപ്പിച്ചു കൊടുത്തത്? അപ്പം വളരെ വ്യക്തമാണ്, ഇത് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിക്ക് അറിയിച്ചു കൊടുത്തു. അദ്ദേഹം അത് ജനങ്ങളെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അത് ഇത്തരത്തിലുള്ള ആളുകൾക്ക്, ഇസ്ലാമിൻ്റെ വിമർശകന്മാരായിട്ടുള്ള, ഇസ്ലാമിനെ നശിപ്പിക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയിട്ടുള്ള ആളുകൾക്ക് അത് ബോധ്യം വരുന്നില്ലെങ്കിൽ അത് അവരുടെ കുഴപ്പമെന്നുള്ളതല്ലാതെ ഇസ്ലാമിൻ്റെയോ ഖുർആൻ്റെയോ കുഴപ്പമല്ല. അവർക്കത് ബോധ്യം വരണമെങ്കിൽ അവർ ഖുർആനെ സത്യസന്ധമായി സമീപിക്കുകയാണ് വേണ്ടത് എന്നതാണ് അവരോട് നമ്മൾക്ക് പറയാനുള്ളത്.